നമ്മൾ ആരും മറന്നിട്ടില്ല, മറക്കാനും പാടില്ല. അധിക നാളൊന്നും ആയില്ലല്ലോ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം നടന്നിട്ട്. സഹപാഠികളുടെ അതിക്രമം കൊണ്ട് ജീവൻ നഷ്ടമായ സിദ്ധാർത്ഥിന്റെ ക്യാമ്പസിൽ പിന്നെ മാറ്റങ്ങൾ വന്നു. എന്താണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ ഇപ്പോഴത്തെ അവസ്ഥ? ദീപക് മോഹൻ അവിടേക്ക് പോയിട്ടുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യമെന്ന് ദീപക് പറയും. സിദ്ധാർത്ഥന്റെ മരണത്തിനു ശേഷം വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിച്ചത് ഈ വെറ്റിനറി കോളേജിൻ്റെ കവാടത്തിലാണ്. MSFും KSUവും അതുപോലെ തന്നെ ABVPയും ഒക്കെ വലിയ പ്രക്ഷോഭമുണ്ടായി. പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പിന്നീട് പോലീസ് കേസന്വേഷണം നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് കേസന്വേഷണത്തിൽ തൃപ്തികരമല്ലെന്ന് സിദ്ധാർത്ഥൻ്റെ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് CBI കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വെറ്റിനറി കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ ചേരുകയാണ്. ഫസ്റ്റ് ഇയർ ആണോ? ഫസ്റ്റ് ഇയർ. വീട് കണ്ണൂർ. ഹോസ്റ്റലിലാണോ? ഹോസ്റ്റൽ. എങ്ങനെയുണ്ട് ഇപ്പോൾ? പഴയ പോലെയാണോ അതോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ടീച്ചേഴ്സ് അതുപോലെ തന്നെ ടീച്ചേഴ്സൊന്നും ഒരു കുഴപ്പമില്ല. സാധാരണ നമ്മളൊരു ഫാമിലിയിൽ പെരുമാറുന്ന പോലെ തന്നെ എല്ലാവരും പെരുമാറുന്നു. നല്ല ഫ്രണ്ട്ലിയാണ് ടീച്ചറല്ലോ. സ്ട്രിക്റ്റോ അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു വീട്ടിലെല്ലാം എങ്ങനെയാണോ എല്ലാവരും പെരുമാറുന്നത് അതേപോലെ പഠിപ്പിക്കും നല്ലോണം. ഹോസ്റ്റൽ വാർഡനൊക്കെ? ഹോസ്റ്റൽ വാർഡനൊക്കെ അടിപൊളിയാണ്, ഫ്രണ്ട്ലിയാണ്, നല്ല ഹെൽപ്ഫുള്ളാണ്. എന്തിനും ചോദിച്ചാൽ ഇങ്ങോട്ട്. ഫസ്റ്റ് ഇയർ ആയിട്ടൊക്കെ വന്ന സമയത്ത് റാഗിങ് ഉണ്ടായിരുന്നു? റാഗിങ് ഒന്നുമില്ല. ആൻറ്റി റാഗിങ് ക്യാമ്പസ്, അതുകൊണ്ട് റാഗിങ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സീനിയേഴ്സായിട്ട് പരിചയപ്പെടും. ഇപ്പോൾ എങ്ങനെ നല്ല കമ്പനി ആയിട്ട് പോകും. നല്ല ഫ്രണ്ട്സായി. ഇപ്പം 1 മാസത്തോളമായല്ലോ കോളേജിൽ വന്നിട്ട്. അപ്പം നല്ല ഫ്രണ്ട്ലി. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഡയറി ടെക്നോളജി, ബിടെക് ആണ്. അടിപൊളിയായി പോകുന്നു. വെറ്റിനറി കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് കേട്ടത്. നിലവിൽ മുൻപത്തേക്കാൾ നിയമങ്ങൾ കർശനമാക്കുകയോ അത്തരത്തിലുള്ള ഇടപെടലുകളൊന്നുമില്ല. പക്ഷേ വിദ്യാർത്ഥികൾ സംതൃപ്തരാണ്. ടീച്ചേഴ്സും ഒപ്പം സീനിയേഴ്സും വളരെ സൗഹാർദ്ദപരമായാണ് ഇവരോട് ഇടപഴകുന്നതെന്നാണ് ഇവർ നമ്മളോടിപ്പോൾ പ്രതികരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.